ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ വീണ്ടും അഴയ്ക്കുള്ളിലാകുമോ എന്നുള്ളതാണ് കേരളം ഇന്ന് ഉച്ചവരെ ഉറ്റുനോക്കിയത്. കാര്യം മറ്റൊന്നുമല്ല, ഒന്നല്ല രണ്ടല്ല 3 വട്ടമാണ് ബോബിയുടെ അഭിഭാഷകരെ ഹൈക്കോടതി വിളിച്ചു വരുത്തി സംസാരിച്ചത്. ജയിൽ മോചിതനായതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ജയിലിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം പുറത്തു വരാതിരുന്ന സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കോടതി വിമർശനമായി ഉയർത്തിയിരുന്നു. ഏതായാലും സംഭവിച്ചതിൽ വിഷമമുണ്ട്, നാക്കുപിഴയാണ്, നിരുപാധിക മാപ്പ് ചോദിക്കുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂറും അഭിഭാഷകരും വ്യക്തമാക്കി. ഹൈക്കോടതി ആ മാപ്പ് സ്വീകരിച്ചിരിക്കുകയാണ്. അതിശക്തമായ നിരീക്ഷണങ്ങളും വിമർശനവുമാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ നടത്തിയത്. ജയിലിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങാൻ ജാമ്യം ലഭിച്ചിട്ടും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന് മാത്രമല്ല, സഹതടവുകാരായ ചിലരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ജയിലിൽ തുടർന്നതെന്നുള്ള മാധ്യമങ്ങളോടുള്ള പ്രതികരണം, ഒപ്പം കോടതിയലക്ഷ്യമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് അതിന് മറുപടി പറഞ്ഞില്ലെങ്കിലും അഭിഭാഷകർ വിളിച്ചുകൊണ്ടുപോയെങ്കിലും ബോബി ചെമ്മണ്ണൂർ അതിനു മുൻപ് ഏതാനും സെക്കൻഡുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാക്കുപിഴയാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ തന്നെ ഹൈക്കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജാമ്യം ലഭിച്ച ശേഷവും ജയിലിൽ നിന്നും പുറത്തിറങ്ങാത്ത സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സംഭവിച്ചതിൽ വിഷമമുണ്ടെന്നും നിരുപാധിക മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാക്കുപിഴയാണ് ഉണ്ടായതെന്നും അതിനാൽ തുടർ നടപടികൾ ഒഴിവാക്കണമെന്നും, അതായത് തുടർ നടപടികൾ ഉണ്ടാകരുതെന്നുമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ അപേക്ഷ കോടതി സ്വീകരിച്ചു. രേഖാമൂലമുള്ള മാപ്പപേക്ഷ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യവുമായി ബന്ധപ്പെട്ട 3ാം തവണയാണ്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ 3ാം തവണയാണ് ബോബിയുടെ അഭിഭാഷകരെ ഹൈക്കോടതി വിളിച്ചു വരുത്തി സംസാരിച്ചത്. കോടതി ഉയർത്തിയ എല്ലാ ആശങ്കകളും തങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്നും അഭിഭാഷകർ വ്യക്തമാക്കി. കോടതി ഉയർത്തിയ എല്ലാ ആശങ്കകളും തങ്ങളും പങ്കുവയ്ക്കുന്നുവെന്ന് അഭിഭാഷകർ വ്യക്തമാക്കി. സംഭവിച്ചതിൽ ബോബിക്ക് നല്ല വിഷമമുണ്ട്, നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ നിറയെ മാധ്യമ പ്രവർത്തകരായിരുന്നു. അപ്പോൾ സംഭവിച്ച നാക്കുപിഴയായി കണ്ട് നടപടികളൊന്നും സ്വീകരിക്കരുത് എന്നാണ് ബോബിയുടെ അഭിഭാഷകർ കോടതിയോട് പറഞ്ഞത്. ബോബിയുടെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വരെ തങ്ങൾക്ക് കടക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ബോബിയുടെ നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. വിവിധ കേസുകളിൽ പ്രതികളായി ജയിലിൽ കഴിയുന്നവരിൽ പലരും ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനായിട്ടില്ലാത്തവരുണ്ട്. അതുകൊണ്ട് അവർക്ക് ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാകാത്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനാകാൻ തയ്യാറാകാതിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു. ഇന്നും രാവിലെയും ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി നിരവധി പേർ, പുരുഷ സംഘടനകൾ അടക്കമുള്ളവർ രംഗത്ത് വരികയും പലരും മാലപ്പടക്കമടക്കം കൈവശം കൊണ്ടുവന്ന് അത് പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതും പോലീസ് പിന്നീട് തടയുന്നതും ഒക്കെ കേരളം ചർച്ച ചെയ്തതാണ്. ഏതായാലും ഇതൊക്കെ ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയ ഒറ്റ വാക്കിൽ ജാമ്യം കിട്ടി അകത്തുള്ള പലരുമുണ്ട്, അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ അകത്തായവരടക്കമുണ്ട്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കാര്യമൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കും, ചർച്ച ചെയ്യും എന്നൊക്കെ ബോബി തടവുകാരോട് പറഞ്ഞതായി ബോബി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നതിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ബോബിയെ വിലക്കുകയും പിന്നീട് ബോബി വാഹനത്തിൽ കയറി പോവുകയുമായിരുന്നു. ഏതായാലും കോടതി അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. അതായത് സ്വമേധയാ വീണ്ടും കോടതി ഈ വിഷയം പരിഗണിച്ചിരിക്കുന്നു. വീണ്ടും ബോബി ചെമ്മണ്ണൂരിന് അകത്തേക്കുള്ള സാധ്യതകൾ തുറന്നു വയ്ക്കും എന്നൊരു സൂചന തന്നെയാണ് കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കരുതലോടെ ബോബി ചെമ്മണ്ണൂർ പോയില്ലെങ്കിൽ ഇനിയും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് നിയമവിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.